നമസ്കാരം. യു.എ എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തീർച്ചയായും സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഒട്ടുമിക്കവരെയും വിദേശവാസത്തിലേക്ക് തള്ളിവിടുന്നത്. എന്നാൽ മയക്കുമരുന്നോ കള്ളപ്പണമോ തുടങ്ങി ഏത് മാർഗത്തിലൂടെയും പണം മാത്രം ലക്ഷ്യമാകുമ്പോൾ പ്രവാസികൾ ഒന്നോർക്കുക. ജന്മനാട്ടിലേക്കുള്ള നിങ്ങളുടെ മടങ്ങിവരവിൻ്റെ വാതിൽ എന്നേക്കുമായി കൊട്ടിയടയ്ക്കുകയാണ് നിങ്ങൾ ഇതിലൂടെ. ഈ ഓർമ്മപ്പെടുത്തലോടെയാണ് ഇന്നത്തെ പ്രവാസ ലോകം ആരംഭിക്കുന്നത്. യു.എ എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നജ്റാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അവധിക്ക് പോകാനെത്തിയ തമിഴ്നാട് കന്യാകുമാരി കളയിക്കാവിള സ്വദേശിയായ വിൻസിനെ ബോധം നഷ്ടപ്പെട്ട് കോമാവസ്ഥയിൽ സുഹൃത്തുക്കൾ ദമാമിലുള്ള അൽ റൗദ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇൻഷുറൻസ് കമ്പനിയുമായി അടിയന്തരമായി ബന്ധപ്പെട്ട് അന്ന് രാത്രി തന്നെ അപ്രൂവൽ വാങ്ങി പിറ്റേ ദിവസം വെളുപ്പിന് അടിയന്തര ഓപ്പറേഷൻ നടത്തി. നജ്റാനിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ മേസനായി ജോലി ചെയ്തു വരികയായിരുന്ന ഇദ്ദേഹം 3 മാസം മുൻപാണ് നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞെത്തിയത്. പിന്നീട് മഞ്ഞപ്പിത്തം പിടിപെട്ടതറിയാതെ ക്ഷീണാവസ്ഥയിൽ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ജോലിക്ക് പോയിരുന്നത്. അടുത്തുള്ള ആശുപത്രിയിൽ പോകാനും ഡോക്ടറെ കാണാനും സാമ്പത്തികമില്ലാത്തതിനാലും രോഗം മൂർച്ഛിച്ച് ഗുരുതരാവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരൻ സഹായത്തിനായി ടൗൺ നവോദയ സാമൂഹ്യ കൺവീനറായ അയൂബുമായി ബന്ധപ്പെട്ടു. അയൂബ് ഈ വിഷയം കേന്ദ്ര കമ്മിറ്റി ട്രഷറർ സുധീഷ് തൃപ്രയാറിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇടപെടൽ നടത്തുകയുമായിരുന്നു. തിരുവനന്തപുരത്ത് എത്തിയ ഇവർക്ക് കളയിക്കാവിള CPM ലോക്കൽ കമ്മിറ്റി നേതൃത്വവുമായി ബന്ധപ്പെട്ട് ആംബുലൻസ് എയർപോർട്ടിൽ വരുത്തി വിൻസിനെ വിമാനത്താവളത്തിൽ നിന്ന് പാറശാല മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും തുടർന്ന് ചികിത്സ നൽകുകയും ചെയ്തു. വിസ ഏജന്റിന്റെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി വീട്ടുവേലക്കാരിയുടെ വിസയിൽ 6 മാസം മുൻപ് സൗദിയിലെത്തിയ തൃശൂർ ജില്ലയിലെ ചാവക്കാട് സ്വദേശി നസീമ ജമാൽ കേളി കലാ സാംസ്കാരിക വേദി പ്രവർത്തകരുടെയും കൈരളി പ്രവാസലോകം പ്രവർത്തകരുടെയും ശ്രമഫലമായി നാട്ടിലെത്തി. 25,000 രൂപ മാസശമ്പളവും ഭക്ഷണവും താമസ സൗകര്യവും വാഗ്ദാനം ചെയ്താണ് നാട്ടുകാരൻ തന്നെയായ ബഷീർ എന്നയാൾ നസീമയ്ക്ക് വിസ നൽകുന്നത്. കേറിക്കിടക്കാൻ ഒരു കൂര ഉയരുന്നത് സ്വപ്നം കണ്ടാണ് നസീമ ഇക്കഴിഞ്ഞ മാർച്ച് മാസം കരിപ്പൂരിൽ നിന്നും റിയാദിലേക്ക് വിമാനം കയറുന്നത്. ദവാത്മിയിലെ വീട്ടുവേലക്കാരികളെ വിതരണം ചെയ്യുന്ന കമ്പനിയിലേക്കുള്ളതായിരുന്നു നസീമയ്ക്കുള്ള വിസ. വന്ന ഉടനെ തന്നെ നസീമയെ ഒരു സ്വദേശിയുടെ വീട്ടിലേക്ക് ജോലിക്കായി അയച്ചു. ജോലിഭാരം കാരണം ഇവിടെ തനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് ഓഫീസിൽ അറിയിച്ചതിനെ തുടർന്ന് 2 ആഴ്ചയ്ക്കകം വേറൊരു വീട്ടിലേക്ക് അയച്ചു. എന്നാൽ കിടന്നുറങ്ങാൻ കൃത്യമായ ഇടമോ ഭക്ഷണമോ അവിടെ ലഭിച്ചിരുന്നില്ല. നിരന്തരം ദേഹോപദ്രവം അടക്കമുള്ള പീഡനങ്ങൾ സഹിക്കാനാവാതെ വീണ്ടും ഓഫീസിൽ പരാതിപ്പെട്ടപ്പോൾ അവർ കൈമലർത്തുകയാണ് ചെയ്തത്. നസീമയുടെ ഈ നിസ്സഹായാവസ്ഥ അറിഞ്ഞ മകൾ മുബീന ഷിഹാബ് ഉമ്മയുടെ ദുരിതാവസ്ഥ വിവരിച്ച് മുഖ്യമന്ത്രിക്കും പ്രവാസകാര്യ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയെങ്കിലും കാര്യമായ പുരോഗതി ഒന്നും തന്നെ കാണാഞ്ഞതിനാൽ കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റും കൈരളി പ്രവാസലോകം അവതാരകനുമായ PT കുഞ്ഞുമുഹമ്മദിനെ ബന്ധപ്പെടുകയായിരുന്നു. PT-യുടെ നിർദ്ദേശപ്രകാരം വിവരങ്ങൾ പ്രവാസലോകം പ്രതിനിധി നാസർ കാരക്കുന്നിനെ അറിയിക്കുകയും വിഷയത്തിൽ ഇടപെടാൻ കേളി കലാ സാംസ്കാരിക വേദി കേന്ദ്ര കമ്മിറ്റി അംഗവും ദവാത്മി ഏരിയ ഭാരവാഹിയുമായ പ്രിയേഷിനെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു. നസീമയെ കൊണ്ടുവന്ന ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ജോലി ചെയ്യുന്ന വീട്ടുടമസ്ഥൻ സമ്മതിച്ചാലേ നസീമയെ നാട്ടിലേക്ക് അയക്കാൻ കഴിയൂ എന്ന് അറിയിച്ചു. തൊഴിലുടമയുമായി ബന്ധപ്പെട്ടപ്പോൾ അയാൾക്ക് ജോലിക്കാരിയെ ഓഫീസിൽ നിന്നും എടുത്തതിന് ചിലവായ പണം തിരികെ നൽകിയാലേ നസീമയെ മോചിപ്പിക്കാൻ കഴിയൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് ദവാത്മിയിലെ തന്നെ പൗരപ്രമുഖരായ ചില സ്വദേശികളെയും ദവാത്മിയിൽ കഴിയുന്ന മലയാളി ദമ്പതികളായ ആയിഷ, ഉമ്മർ എന്നിവരുടെയും സഹായത്തോടെ നസീമയുടെ മോചനം സാധ്യമാവുകയായിരുന്നു. നസീമയുടെ ദുരിതാവസ്ഥ അറിഞ്ഞപ്പോൾ അവർക്ക് നാട്ടിലെത്താനുള്ള ടിക്കറ്റ് നൽകാൻ സിറ്റി ഫ്ലവർ ഗ്രൂപ്പ് തയ്യാറായി. 1 വർഷം മുൻപ് ദുബായിലേക്ക് പോയ തിരുവനന്തപുരം പനവൂർ സ്വദേശി സന്തോഷ് കുമാർ നല്ലൊരു ആശാരിയാണ്. ജോലിക്ക് ചേർന്ന് 2 മാസം മാത്രമേ സന്തോഷ് വീടുമായി ബന്ധപ്പെട്ടിരുന്നുള്ളൂ. അമ്മ പോലും അറിയാതെ ഭാര്യയുടെ വീട്ടിൽ നിന്നാണ് സന്തോഷ് ദുബായിലേക്ക് പോയത്. ഏക മകന്റെ തിരോധാനത്തിന്റെ കാരണമറിയാതെ വിഷമത്തിലാണ് ഈ അമ്മ.
മകന്റെ തിരിച്ചുവരവും കാത്തിരിക്കുന്ന അമ്മയോട് തന്നെ സന്തോഷ് കുമാറിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സന്തോഷ് കുമാർ ഒരു വർഷമായിട്ടുള്ള പോയിട്ട് അല്ലേ? ദുബായിക്കല്ലേ പോയുള്ളൂ? കൂട്ടുകാരും അറിഞ്ഞിട്ടില്ല. അനിയത്തിക്ക് 2 ആമക്കളുള്ളവരും ആരും അറിഞ്ഞിട്ടില്ല. അവിടെ പോയ സമയത്തൊക്കെ ആദ്യം പോകുമ്പോഴൊക്കെ അവർക്ക് നമ്പർ കൊടുക്കും. ചെന്ന് ആരെയെങ്കിലും മൊബൈൽ വാങ്ങിച്ച് പോയിട്ടുണ്ടോ? മുമ്പ് 5 വർഷം അവിടെ നിന്നത്. കല്യാണം കഴിച്ചിട്ട് 5-6 വർഷമായി. 5-6 വർഷമായി. നിങ്ങളായിട്ടല്ല കൂടുതലെടുപ്പം. എന്റെ മോന്റെയും മോളെയും പ്രതീക്ഷ എനിക്കുള്ളായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് പൈസ ഒന്നും അയച്ചില്ല. വിളിയില്ല, അതാളില്ല, ഒന്നുമില്ല. വിളിക്കണമില്ല, ഒരു വിവരം അറിയാനുമില്ല. ആ പെണ്ണിന്റെ അവിടെയും വിളിക്കണമൊന്നുമില്ല. ഒന്നും അറിയാൻ പാകില്ല. മോന്റെ ചെലവാണ് ഞങ്ങൾക്ക്. എന്റെ മോന്റെ ഉള്ളം കയ്യിൽ വെച്ചാണ് എന്നെ 2 വയസ്സ് മുതലേ വളർത്തിയാണ് മോനെ. പ്രതീക്ഷ 2 വയസ്സല്ല, കളഞ്ഞിട്ട് പോയ കാലം മുതൽ വളർത്തി നല്ല സംരക്ഷിച്ചാണ്. അവർക്ക് യാതൊരു അന്വേഷണവും ഇല്ല. നല്ലൊരു സ്വഭാവമുള്ള മോനാണ്. നമ്മളെ വീട്ടിൽ നിന്ന് പോയിട്ട് 3 വർഷം കഴിഞ്ഞ് അവളെ വീട്ടിൽ പോയിട്ട് അവളെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് പോയത്. 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും അറിയാൻ വയ്യ? ഒന്നും അറിയാം. 3 വർഷം കൊണ്ടല്ല, പോയിട്ട് 1 വർഷം. അവൻ ഉണ്ടെന്നറിയാം അതിന് മുമ്പ്. അവളെ വീട്ടിൽ 1 വർഷമായിട്ട് വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതിനു മുമ്പ് വരെ വിളിക്കാറുണ്ടായിരുന്നു. വെള്ളാന്തറ വീട്ടിൽ നിന്ന് പോയിട്ട് 3 വർഷം കഴിഞ്ഞു അവളെ വീട്ടിൽ പോയിട്ട്. അവിടെ നിന്ന് പോയിട്ട് 1 വർഷം കഴിഞ്ഞു. 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഒരു വിവരം അറിയുന്നില്ലല്ലേ? എനിക്ക് ചെലവിനും ഇല്ല, ഒരു വിവരം അറിയാൻ പാങ്ങില്ല. എനിക്ക് തൊഴിലും ഉറപ്പിന് പോകാനും പാങ്ങില്ല. എനിക്ക് സുഖമില്ലാത്തോളാണ്. ദുബായിലുണ്ട് ആള് അല്ലേ? ദുബായിലുണ്ട്. മരുമകളുടെ അടുത്ത് പോവാറുണ്ടോ? ഇല്ല. അവർക്ക് എത്ര മക്കളുണ്ട്? ഒരു പെങ്കൊച്ച്. ഒരു പെങ്കൊച്ചല്ല. എത്ര വയസ്സായി? 6 വയസ്സായി. 6 വയസ്സായി. കല്യാണം കഴിഞ്ഞ 7 വർഷമായി. അവർക്ക് കാശ് അയക്കുന്നുണ്ടോ? അറിയില്ല. അവർക്ക് കാശ് അയക്കാൻ എന്റെ മോൻ അയക്കണമില്ല, എന്റെ മോൻ വിളിക്കണമില്ല. അപ്പൊ കൊച്ചിന് അമ്മയില്ല. അമ്മ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. ഒരു ഇളയ പെണ്ണിന് എത്തുമ്പോഴും ജോലിയുണ്ട്. ആ ജോലിയിലായതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. എനിക്ക് പിന്നെ വേറെ ഒരു വിവരം അറിഞ്ഞൂടാ. എന്റെ മോക്കും എന്റെ വീട്ടിൽ എനിക്ക് ചെന്ന് കാണാൻ പാടില്ല. അതും സുഖമില്ലാതെ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ. എന്റെ മോന്റെ പ്രദേശം അവന്റെ കയ്യിലെ വെള്ളയിൽ വെച്ച് നോക്കിയാണ് എന്റെ സഹോദരി. ഞാൻ എന്റെ മോനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പടുതിയായത്. ദുബായിലെ പ്രവാസ ലോകം പ്രേക്ഷകരോടും പ്രവർത്തകരോടും കൂടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്. സന്തോഷ് കുമാർ ഏതാ നാട്? പനവൂരിൽ നിന്നാണ് അദ്ദേഹം പോയിട്ടുള്ളത്. നല്ല കാർപ്പൻറ്റർ അല്ലേ? നല്ല ഒന്നാന്തരം കാർപ്പൻറ്ററാണ്. 1 വർഷമായിട്ട് അമ്മയ്ക്ക് യാതൊരു വിവരവുമില്ല. 3 വർഷമായി അമ്മയുടെ അടുത്ത് പോയിട്ട്. 2 വർഷം ഭാര്യയുടെ ആയിട്ട് അടുത്തുണ്ടായിരുന്നു. 1 വർഷമായിട്ട് ഇപ്പോൾ ഭാര്യയ്ക്കും വിവരമില്ല എന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് കണിശമായ ഒരു വിവരവും നിങ്ങളെക്കുറിച്ചില്ല. ഞങ്ങൾ ചോദിച്ചതിൽ നിന്നൊന്നും കൃത്യമായിട്ട് യാതൊരു മറുപടിയും കിട്ടുന്നില്ല. എവിടെയാണോ എന്താണ് നിങ്ങളുടെ സ്ഥിതി എന്നോ എന്താണ് പ്രശ്നമെന്നോ ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് അമ്മയിൽ നിന്ന് ഞങ്ങൾ ഉത്തരങ്ങൾ കിട്ടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ ചോദിച്ചില്ല. കാരണം നിങ്ങളെക്കുറിച്ച് യാതൊരു വിവരവും അവർക്ക് 1 വർഷമായിട്ടില്ല. മാത്രമല്ല, അവർ വളരെ സങ്കടത്തോടു കൂടിയാണ് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ കഴിയുന്നതും അമ്മയെ വിളിക്കുകയോ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെടുകയോ എന്താണ് പ്രശ്നമെന്നുള്ളത് അടിയന്തരമായിട്ടൊന്ന് അറിയിക്കുന്നത് നല്ലതാണ്. അമ്മയെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എന്താണ് തൻ്റെ പ്രശ്നം, താൻ ഇവിടെ ഉണ്ടോ, താനിവിടെ ഉണ്ട്, അല്ലെങ്കിൽ ദുബായിലാണ്, എന്താണ് തന്നെ നല്ല ജോലിക്കാരനാണ്, 1-ാം തരം ജോലിക്കാരനാണെന്നാണ് പറയുന്നത്. ഞങ്ങളടുത്ത് വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ ഈ ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഞങ്ങളെ കയ്യിലില്ല. അതുകൊണ്ട് ഞങ്ങൾ പക്ഷം പിടിച്ച് പറയുന്നില്ല. സന്തോഷ് കഴിയുന്നതും അമ്മയെ ഒന്ന് വിളിക്കണം, അത്രയേ ഉള്ളൂ. അമ്മയെ വിളിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണം, അമ്മയെ വന്നൊന്ന് കാണണം. ഇതാണ് സന്തോഷിനോട് ഞങ്ങൾക്ക് വയ്ക്കാനുള്ള റിക്വസ്റ്റ്. നിങ്ങളെ കുടുംബ പ്രശ്നങ്ങളിലേക്ക് അമ്മയൊന്നും പറഞ്ഞില്ല, ഞങ്ങളും അത് കടന്നില്ല, വേണ്ടാന്നുള്ള നിലയിലാണ്. അതൊക്കെ അവർ ഇതാക്കി മതി. എവിടെയുള്ളതെന്നാണ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സന്തോഷ് ദുബായിലുണ്ടായിരിക്കും, യാതൊരു സംശയമില്ല. ഉണ്ട്. അപ്പോൾ ദുബായിൽ നിന്ന് സന്തോഷ് അമ്മയെ വിളിച്ച് ഞാൻ ജീവിച്ചിരിക്കുന്നു, എനിക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ വരും എന്നുള്ള നിലയിൽ അമ്മയെ വിളിച്ച് സമാധാനിപ്പിക്കുകയും കഴിയുന്നതും വേഗം നാട്ടിലെത്തുകയും വേണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. 20 വർഷങ്ങൾക്ക് മുൻപ് ഷീബയെ വിവാഹം ചെയ്ത അൻസാരി ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ച് ഷീബയിൽ നിന്ന് പൂർണ്ണമായും അകന്നിരിക്കുകയാണ്. ഷീബയ്ക്കും 3 കുഞ്ഞുങ്ങൾക്കും അൻസാരിയല്ലാതെ മറ്റാരുമില്ല.
അൻസാരി അബുദാബിയിൽ എവിടെയോ ഉണ്ടെന്ന് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവിലൂടെ അല്ലാതെ ഷീബയുടെയും കുട്ടികളുടെയും മുന്നോട്ടുള്ള ജീവിതം അസാധ്യം തന്നെയാണ്. ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഇവരെ തിരക്കി അൻസാരി തിരിച്ചുവരും എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. അൻസാരി ഇപ്പോ പോയിട്ട് എത്ര വർഷമായി നിങ്ങളിൽ നിന്ന്, നിങ്ങളെ കുടുംബത്തിൽ നിന്ന്? 12 വർഷമായി. 12 വർഷമായിട്ട് ഒരു വിവരമില്ല? വിവരമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് നാളുകൊണ്ടാണ് കാശൊന്നും അയക്കാതായിട്ട്. എത്രയായി? കാശൊന്നും അയക്കാതിരുന്നിട്ട് 12 വർഷം കൊണ്ട് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതാ ഞാൻ ചോദിച്ചത്, 12 വർഷമായിട്ട് ഒരു വിവരമില്ല. നാട്ടിൽ നിന്ന് പോയിട്ട് കേസ് കൊടുത്തിട്ട് 4 വർഷമായി കുടുംബ കോടതിയിൽ. എന്നിട്ട് കേസിനൊന്നും വരുന്നതും ഇല്ല, വിളിച്ചിട്ട് ഒന്നും ചെയ്യും. അൻസാരി ഇപ്പൊ എവിടെ ഉണ്ട്? ഇപ്പൊ ഗൾഫിലാണെന്ന് അറിയാം. അൻസാരി ഇങ്ങനെ 12 വർഷമായി തെറ്റിപ്പോവാൻ കാരണം എന്താ? ഞാൻ കൊച്ചിലെ 5 വയസ്സ് മുതലേ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നതാണ്. ജോലിക്ക് നിന്ന് അവരാണ് കെട്ടിച്ചൊക്കെ വിട്ടപ്പോഴത്തേക്ക് 15 പവൻ്റെ ഉരുപ്പടി ഇട്ട് 1.5 ലക്ഷം രൂപയും തന്നാണ് അവർ കെട്ടിച്ച് വിട്ടത്. എന്നിട്ട് കെട്ടിച്ച് വിട്ട് ഒരു 6 മാസം വരെ നല്ല രീതിയിലൊക്കെ നിന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളെ ഞാൻ ഗർഭിണിയായി 4-5 മാസം ആയപ്പോഴത്തേക്ക് എന്നും വഴക്കും ബഹളവുമായിരുന്നു വീട്ടിൽ. സ്ത്രീധനം കൊടുത്തത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അവരൊന്നും വഴക്കായിരുന്നു. അങ്ങനെ വഴക്കും ബഹളമൊക്കെ ആയിട്ടാണെങ്കിലും 7-8 വർഷം വരെ നമ്മൾ നല്ലത് വഴക്കൊക്കെ ആണെങ്കിലും ജീവിച്ചൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഉമ്മ തന്നെ പറഞ്ഞ് ഇവളെ ഒന്നീ കൊന്നു കളയണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയണം എന്നും പറഞ്ഞ് ഒരു വഴക്കായിരുന്നു. 3 മക്കളുണ്ട് അല്ലേ? ഇതാ മൂത്തതാ? ഇത് മൂത്ത മോളാണ്. താഴെയുള്ള 2 ആമക്കളാണ്, ഇരട്ടയാണ് അവര്. അവരെന്ത് ചെയ്യുന്നു? അവരിപ്പോ ഒരാള് വണ്ടിയിൽ കിളിയായിട്ട് പോകുന്നു. എത്ര വയസ്സായി? 17 വയസ്സായി. പഠിച്ചില്ല? ആരും പഠിച്ചില്ല? കൊച്ചുങ്ങൾ 8 വരെ പഠിച്ചു, പിന്നെ പഠിപ്പിക്കാൻ പറ്റിയില്ല. എത്തിങ്ങാനിൽ നിന്നാണ് പഠിച്ചത്. പഠിച്ചിട്ട് 8 വരെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് പനിയായിട്ടും ചിക്കൻ ബോക്സ് ആയിട്ടൊക്കെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ അവിടെ പരീക്ഷയൊന്നും എഴുതാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ പോകുന്നില്ല എന്നും പറഞ്ഞ് നിന്നപ്പോഴത്തേക്ക് വേറെ ചേർക്കാമെന്നും പറഞ്ഞ് സ്കൂളിൽ ചേർക്കാൻ പോയി TC ചോദിച്ചിട്ട് TCയും കൊടുക്കരുതെന്ന് അവിടെ ചെന്ന് വിലക്കി. പാപ്പായും പാപ്പാര ഉമ്മായും കൂടെ ചെന്ന് എത്തിങ്ങാനെ ചെന്നിട്ട് TCയും കൊടുക്കരുതെന്ന് വിലക്കി. മോള് 7 വർഷം വരെ എത്തിങ്ങാനിൽ നിന്നാണ് പഠിച്ചത്. കടയ്ക്ക് മുക്കുന്നത്ത് എത്തിങ്ങാനിയിൽ 5ാം ക്ലാസ് തൊട്ട് അവിടെ കൊണ്ട് ചേർത്ത് +2 വരെ അവിടെ നിന്ന് പഠിച്ച്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പഠിപ്പിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അവളുടെ ഭർത്താവിൻ്റെ ഉമ്മയുടെ പേരിൽ 35 സെൻറ്റ് പെരയിടം ഉണ്ട്. ആ പെരയിടത്തിനകത്ത് എൻ്റെ സ്വർണങ്ങളൊക്കെ വിറ്റിട്ടാണ് വീട് വെച്ചത്. ഇപ്പം മറ്റേ സ്ത്രീ വന്നിട്ട് പറയണത് അവരുടെ ഭർത്താവിൻ്റെ ഓഹരിയാണ്, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം എന്നും പറഞ്ഞ് ഞങ്ങളെ എപ്പോഴും വന്ന് ഉപദ്രവിക്കും. എൻ്റെ ഭർത്താവ് 2ാമത് കെട്ടിയ പെണ്ണുമ്പിള്ള ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം, അവരുടെ ഭർത്താവിന്റെ ഓഹരിയാണെന്നും പറഞ്ഞു പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടും കുടുംബ കോടതി കേസ് കൊടുത്തിട്ടും വനിതാ കമ്മീഷനിൽ കൊടുത്തിട്ടും ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. വനിതാ കമ്മീഷനിൽ കൊടുത്തപ്പോഴും അവരാരും വരാത്തതുകൊണ്ട് കുടുംബ കോടതിയിലേക്ക് തന്നെ അവർ കേസ് കൊടുക്കാൻ പറഞ്ഞു. കേസ് കൊടുത്തിട്ട് ഇപ്പം അവിടെയും വരാത്തതുകൊണ്ട് അവർ പറഞ്ഞ് ആള് സ്ഥലത്തില്ലാതെ ഞങ്ങൾക്ക് കേസൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആള് താമസിച്ചോ? മോളെന്താ പറയുന്നത്? മോള് ഇപ്പൊ പഠിക്കുന്നില്ല, ജോലിക്ക് വല്ലതും പോകണ്ടോ? ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. എന്ത് കമ്പനിയാ? ഒരു കൺസ്യൂമറിന്റെ ഒക്കെ. സർക്കാരിന്റെ അല്ല? സർക്കാരിന്റെ അല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ്. അൻസാരി എന്താ അതിനൊക്കെ പറയാല്ലേ? 5 വയസ്സ് തൊട്ട് വീട്ടുവേലയ്ക്ക് നിന്ന ഒരു സ്ത്രീയാണ് നമ്മളെ മുമ്പിലിരിക്കുന്നത്. അവരുടെ പേരെന്താ? ഷീബ അല്ലേ? ഷീബ. ദീർഘകാലം വീട്ടുവേല ചെയ്ത് അവരാണ് കെട്ടിച്ചയച്ചത് അൻസാരിക്ക്. അവർ കൊടുത്ത സ്വർണ്ണാണ് അൻസാരിക്ക്. ആ അൻസാരി പറയുന്നു സ്വർണം പോരാ, ആര് കൊടുത്തത്? അനാഥയായ ഈ സഹോദരിയെ കെട്ടിച്ചയച്ച വീട്ടുകാർ കൊടുത്ത സ്വർണം പോരാ എന്നാണ് പറയുന്നത്. എവിടെയാണ് നമ്മളെ നാട് എത്തി നിൽക്കുന്നത്?
അൻസാരി നിങ്ങളൊക്കെ മനുഷ്യനാണോ? നിങ്ങൾ ഈ പാവപ്പെട്ട സ്ത്രീയെ 12 വർഷമായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ അൻസാരി? 3 മക്കള്. നിങ്ങളെ മോൾക്ക് പഠിക്കാൻ പറ്റിയില്ല, മക്കൾക്ക് പഠിക്കാൻ പറ്റിയില്ല. ഇപ്പം നിങ്ങളുടെ പുതിയ ഭാര്യ വന്നിട്ട് അവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിങ്ങൾ എവിടേക്കും ഇറങ്ങണ്ട, നിങ്ങൾ എവിടേക്കും ഇറങ്ങണം, നിങ്ങൾ അവിടെ നിൽക്ക്. നിങ്ങളെ പോലെ കഷ്ടപ്പെട്ട സ്ത്രീകൾ മലയാളക്കാരിലേക്ക് കുറവാണ്. അത്തരത്തിലുള്ള മനുഷ്യരെ നിങ്ങൾ ഇത്തരത്തിൽ പീഡിപ്പിച്ചാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ അൻസാരി നിങ്ങളിതിന് ഉത്തരം പറയേണ്ടി വരും. ഈ ലോകത്തിലും പരലോകത്തിലും ഉത്തരം പറയേണ്ടി വരും, യാതൊരു സംശയമില്ല. ഒരു മര്യാദ വേണ്ടേ? മനുഷ്യർ ഒരു കാലത്തും ഗതി പിടിക്കാത്തൊരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഷീബ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷീബയുടെ മക്കളെ വീണ്ടും വിദ്യാഭ്യാസം ജയിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത്. പ്രവാസ ലോകത്തിലെ സഹൃദയരും സ്നേഹമുള്ളവരുമായിട്ടുള്ള ആളുകൾ ആ കുട്ടികളെ പഠിക്കാൻ സഹായിക്കണം. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണം. വിദ്യാഭ്യാസം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ എന്തെങ്കിലും ജോലി കൊടുത്തുകൊണ്ടെങ്കിലും അവർ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ പ്രവാസ ലോകത്തിലൂടെ ഈ ഒരു കാര്യം മാത്രമാണ് ഷീബയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൺകുട്ടികൾക്ക് 17 വയസ്സായി, ഇരട്ടകളാണ്. 1 വർഷം കഴിഞ്ഞാൽ അവർക്ക് വല്ല പാസ്പോർട്ട് കിട്ടുകയോ എന്തെങ്കിലും ചെയ്താൽ ആരെങ്കിലും ഒരുപാട് സമ്പന്നരായുള്ള ആളുകൾ ഗൾഫിലുണ്ട് മലയാളികളായിട്ടുള്ളത്. ആ മക്കളിൽ മാത്രമാണ് ഷീബയ്ക്ക് ഇനി പ്രതീക്ഷയുള്ളത്. അൻസാരിയിൽ നിന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അൻസാരിയോട് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. അൻസാരി അവരെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഇവർ പലതും പ്രതീക്ഷിച്ചിട്ടാണ് വന്നിട്ടുണ്ടാവുക. പക്ഷേ എനിക്കറിയാം അൻസാരി ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു ഇത് മാറ്റുകയാണ്. അതായത് ഈ മക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലി, മകൾക്കും ആൺകുട്ടികൾക്കും ഏതെങ്കിലും ജോലി കൊടുത്താൽ ഷീബ രക്ഷപ്പെടും. അതിന് ഉതകുന്ന തരത്തിൽ സന്മനസ്സുകളായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ഗൾഫ് മേഖലകളിലുണ്ട്, നമ്മളെ നാട്ടിലുണ്ട്, ഒക്കെ ഉണ്ട്. അവർ ഒരു ജോലി കൊടുത്ത് ഈ മക്കളെ സഹായിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അൻസാരിക്ക് ചെറിയ മനമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഗതാർഹം തന്നെ, യാതൊരു സംശയമില്ല. ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിപ്പോകരുത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ളത്. ഞാൻ തീർച്ചയായിട്ടും ഈ മക്കളുടെ ജോലിക്കാര്യത്തിൽ പ്രേക്ഷകരുടെ കയ്യിലേൽപ്പിക്കുകയാണ്. ദീർഘകാലമായിട്ട് 15 വർഷമായിട്ട് നിരവധി ആളുകളെ സഹായിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീഴ്ത്തുകയും ചെയ്ത പ്രേക്ഷകരുണ്ട് പ്രവാസ ലോകത്തിൻ്റെ. ഏത് കാലത്തും പ്രവാസ ലോകവും കൈരളിയും കടപ്പെട്ട പ്രേക്ഷകരുണ്ട്. അവർ ഈ കുട്ടികളുടെ കാര്യത്തിൽ, ഷീബയുടെ കാര്യത്തിൽ താല്പര്യമെടുക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ അവരെ തിരിച്ചയക്കുകയാണ്. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെ കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതാകുന്ന ആളിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസ ലോകം, കൈരളി TV, കൈരളി ടവർ, പാളയം, ട്രിവാൻഡ്രം 30. ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. PT പറഞ്ഞതുപോലെ അൻസാരിയോട് ഞങ്ങൾ ഇനി എന്താണ് പറയേണ്ടത്? ഈ കുട്ടികൾ എന്ത് പിഴച്ചു? അൻസാരിക്ക് ഷീബയെ വേണ്ടെങ്കിൽ മറ്റൊരാളോടൊപ്പം ജീവിക്കാം. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. പ്രവാസികളായ സുഹൃത്തുക്കൾ അൻസാരിക്ക് ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്ന അഭ്യർത്ഥനയോടെ UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്.
മറ്റൊരധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.